നടിയെ ആക്രമിച്ച കേസിലെ മോട്ടീവ് എന്താണ് എന്ന് കോടതിയിൽ തെളിയിക്കാനുള്ള തീവ്ര ശ്രമമാണ് പ്രോസിക്യൂഷൻ ഈ വിചാരണാ കാലയളവിൽ ഉടനീളം നടത്തിയത് എന്ന് നമുക്കറിയാം. അത് വളരെ കൃത്യമായി തന്നെ അതിജീവിതയോടുള്ള ദിലീപിൻ്റെ വൈരാഗ്യം തെളിയിക്കുക എന്നുള്ളതിനായിരുന്നു പ്രാമുഖ്യം. അതിന് രണ്ടു സംഭവങ്ങളാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിച്ച് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. നമുക്കറിയാം, മഞ്ജു വാര്യർ കാവ്യ മാധവൻ ദിലീപിന് അയച്ച മെസ്സേജ് ദിലീപിൻ്റെ പഴയ ഫോണിൽ കാണുന്നു. അത് സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ഉണ്ടാകുന്നു, തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ വളരെ കൃത്യമായി തന്നെ ഞാൻ വ്യക്തമാക്കിയതാണ്. അവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മഞ്ജുവിനോട് തുറന്നു പറഞ്ഞതും ദിലീപും കാവ്യയുമായുള്ള ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക കാര്യങ്ങൾ പറഞ്ഞതും മറ്റും നടിയാണ് എന്നുള്ള ബോധത്തിലായിരുന്നു ദിലീപ് എന്നായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം. അതിനെ തുടർന്ന് ഉണ്ടായ വൈരാഗ്യവും വിരോധവും മറ്റുമാണ് ഈ സംഭവത്തിലേക്ക് നയിച്ചത് എന്നത് തെളിയിക്കുക എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ്റെ ബാധ്യത. അത് രണ്ടു കാര്യങ്ങളാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. അതിലൊന്ന്, 2012 മാർച്ച് 25 മുതൽ ജൂൺ 30 വരെ നടത്തിയ യൂറോപ്യൻ ഷോ, ഏതാണ്ട് 3-3.5 മാസം നീണ്ടു നിന്നിരുന്ന ഒരു ഷോ ആയിരുന്നു. അതിൻ്റെ റിഹേഴ്സൽ ക്യാമ്പും മറ്റും ഇതുമായി ബന്ധപ്പെട്ട് നെടുമ്പാശ്ശേരിയിൽ നടത്തിയ ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്തുടനീളം ദിലീപും നടിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വഷളായി എന്നാണ് പ്രോസിക്യൂഷൻ തെളിയിക്കാൻ ശ്രമിച്ചത്. ഈ ഷോയ്ക്ക് മുൻപാണ് ഈ സംഭവവികാസങ്ങളൊക്കെ നടക്കുന്നത്. ഈ മെസ്സേജ് കാണുന്നതും തുടർന്ന് ചോദ്യങ്ങൾ ഉണ്ടാകുന്നതും മഞ്ജു വാര്യർ ഇടപെടുന്നതും തർക്കങ്ങൾ ഉടലെടുക്കുന്നതും മഞ്ജു ദിലീപിൻ്റെ വീട് വിട്ടു പോവുകയും മറ്റും ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ യൂറോപ്യൻ ഷോ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഷോയിൽ പങ്കെടുക്കാൻ അതിജീവിതയായ നടിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഒപ്പം നടിയും കോടതിയിൽ മൊഴി നൽകിയത്. കാരണം ഈ സംഭവം നമുക്കറിയാം ദിലീപിനെ വല്ലാത്ത തോതിൽ അസ്വസ്ഥനാക്കിയിട്ടുണ്ട് എന്നും ഷോയിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടാകുമെന്നും ദിലീപുമായി സഹകരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല എന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ നേരത്തെ ഏറ്റതുകൊണ്ട്, നേരത്തെയുള്ള കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് മാത്രമാണ് നടി ഈ ഷോയിൽ പങ്കെടുത്തത് എന്നായിരുന്നു നടിയുടെ കോടതിയിലെ മൊഴി. അതിൽ പ്രധാനമായും ഒരു യാത്രക്കിടെ, യൂറോപ്യൻ ട്രിപ്പിലെ ഒരു യാത്രക്കിടെ ദിലീപ് വളരെ മോശമായി നടിയോട് പെരുമാറി, ഭീഷണിപ്പെടുത്തി എന്നായിരുന്നു മൊഴി. അതും നടിയുടെ അമ്മ ഒപ്പമുണ്ടായിരുന്നു. മറ്റ് സഹതാരങ്ങളായ നാദിർ ഷാ, റിമി ടോമി അടക്കമുള്ള ആളുകളും ഒപ്പമുള്ള സമയത്താണ് ഈ ഭീഷണി ഉണ്ടായത് എന്നും നടി മൊഴി നൽകി. സിനിമയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തും എന്നും ഈ വിഷയത്തിൽ തിരുത്തി പറയണം മഞ്ജുവിനോട് എന്നുമുള്ള ആവശ്യമാണ് ദിലീപ് ഉന്നയിച്ചത്. ഇല്ലെങ്കിൽ തനിക്ക് എതിരെ കളിച്ചവരാരും സിനിമാ ലോകത്ത് ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞുള്ള ഭീഷണിയായിരുന്നു ദിലീപിൻ്റെ ഭാഗത്തു നിന്ന്. മറ്റ് കോംപ്രമൈസ് ലെവലിൽ കൂടി ദിലീപ് സംസാരിച്ചു എന്നുള്ളതാണ്. അതായത് തിരിച്ചു വരുമ്പോൾ, യൂറോപ്യൻ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വരുമ്പോൾ എന്നെ വിളിക്കണം, നമുക്ക് 3-4 സിനിമകൾ ഒരുമിച്ച് ചെയ്യാം, അങ്ങനെ സിനിമകൾ ചെയ്തുകൊണ്ട് നമ്മൾ തമ്മിൽ പ്രശ്നമില്ല എന്ന് മഞ്ജുവിനെ ബോധ്യപ്പെടുത്താം എന്നും പറഞ്ഞത് ഈ ഷോയിലാണ് എന്നാണ് പ്രധാനമായും മൊഴികളിലൊന്ന്. ഈ സംഭവം പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. മറ്റൊന്ന്, മഴവിൽ അഴകിൽ അമ്മ എന്നുള്ള ഒരു ഷോ. അത് മാർച്ച്-ഏപ്രിൽ മാസം 2013 മാർച്ച്-ഏപ്രിൽ മാസത്തിലായിരുന്നു. അബാദ് പ്ലാസയിലാണ് ഇതുമായി ബന്ധപ്പെട്ട റിഹേഴ്സൽ ക്യാമ്പ് നടന്നത്. ഈ അബാദ് പ്ലാസയിൽ നടന്ന റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് ദിലീപ് ഭീഷണിപ്പെടുത്തി എന്നാണ് നടിയുടെ മൊഴി ഉണ്ടായിരുന്നത്. ഭീഷണിപ്പെടുത്തുക എന്നുള്ളത്, അതിന് തൊട്ട് മുൻപായി ഒരു സംഭവം ഉണ്ടായി. അതായത് ഈ ദിലീപ് കാവ്യ ബന്ധവുമായി ഉള്ള ഗോസിപ്പുകൾ സിനിമാ ലോകത്ത് ഉടനീളം പടർന്നിരുന്നു. അമ്മയിലെ അംഗങ്ങൾക്ക്, പ്രധാനപ്പെട്ട അംഗങ്ങൾക്കെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബോധ്യവും വന്നിരുന്നു. തുടർന്ന് ഈ ചില നടിമാർ കാവ്യ മാധവനോട് ഈ വിഷയം സംസാരിച്ചു. അതായത് ദിലീപുമായി ചില ബന്ധങ്ങളുണ്ടല്ലോ, കൂട്ടുകെട്ടുകളുണ്ടല്ലോ എന്ന് ഞങ്ങൾ കേട്ടല്ലോ എന്ന തരത്തിൽ ചോദിച്ചപ്പോൾ അവർ ആ ഷോയ്ക്കിടയിൽ പൊട്ടിക്കരഞ്ഞുവെന്നും ഈ ഷോയിൽ നിന്ന്, അല്ലെങ്കിൽ റിഹേഴ്സൽ ക്യാമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുമാണ് മൊഴി. ഈ വിഷയം പറഞ്ഞത്, കാവ്യ മാധവൻ്റെ ഈ വിഷയം, ദിലീപുമായുള്ള ഈ വിഷയം ഈ മറ്റംഗങ്ങളോട് പറഞ്ഞത് ഈ നടിയാണ്, അതിജീവിതയായ നടിയാണ് എന്നായിരുന്നു ദിലീപിൻ്റെ ബോധ്യം. അതിനെ തുടർന്ന് നിന്നെ പച്ചയ്ക്ക് കത്തിക്കും എന്ന് ദിലീപ് ഭീഷണിപ്പെടുത്തി ഈ ഷോയ്ക്കിടയിൽ, ഈ റിഹേഴ്സൽ ക്യാമ്പിനിടയിൽ എന്നുള്ളതാണ് മൊഴിയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. അതിൽ സാക്ഷികളായി സിദ്ദിഖ്, ബിന്ദു പണിക്കർ, ഭാമ, കൽപ്പന തുടങ്ങിയ നടിമാരും നടന്മാരും ഉണ്ടായിരുന്നു എന്നാണ് മൊഴിയായി നൽകിയത്. രണ്ടാമത്തെ ഒരു ഇൻസിഡന്റ് ഇതായിരുന്നു. അതായത് കാവ്യ മാധവൻ പൊട്ടിക്കരയുന്നു, ഈ വിവരം അറിഞ്ഞ് ഇറങ്ങിപ്പോകുന്നു. തുടർന്ന് ദിലീപ് വളരെ ക്ഷുഭിതനാകുന്നു. തുടർന്ന് നിന്നെ പച്ചയ്ക്ക് കത്തിക്കും എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ ദിലീപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള കാര്യവും കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷനും നടിയും ശ്രമിച്ചു. ദിലീപിന് വലിയ നാണക്കേടായി ഈ സംഭവം എന്നാണ് പറഞ്ഞത്. തുടർന്ന് നടൻ സിദ്ദിഖ് ഇടപെടുകയും, സിദ്ദിഖും ഈ തരത്തിൽ ദിലീപിന് ചില കാര്യങ്ങൾ അറിയാം, നീ അതിൽ നിന്ന് പിന്മാറണം
പെരുമാറണം എന്നാവശ്യപ്പെടുകയും സിദ്ദിഖും ഭീഷണിപ്പെടുത്തി എന്ന് നടി കോടതിയിൽ മൊഴി നൽകി. അതായത് പ്രോസിക്യൂഷൻ്റെ ആർഗ്യുമെൻറ്റ് നോട്ടിലെ പേജ് നമ്പർ 59-ലും 60-ലും ഇക്കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്ന് ആണ് കോടതിയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. സാക്ഷികളുടെ മൊഴി ഇത് തെളിയിക്കുന്നുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് എന്നുള്ളതാണ്. അതായത് ഈ ഷാർജയിലും കൊച്ചിയിലുമായി നടന്ന ഈ മഴവിൽ അഴകിൽ അമ്മ എന്ന പരിപാടിയിൽ മുകേഷ്, സിദ്ദിഖ്, ഭാമ, ബിന്ദു പണിക്കർ, ഇടവേള ബാബു, കാവ്യ, ദിലീപ് എന്നിവരടങ്ങുന്ന ഒരു വലിയ സംഘമായിരുന്നു. ഇതിനിടയിലാണ് ഈ സംഭവം നടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ റിഹേഴ്സലിനിടെ ബിന്ദു പണിക്കരും കൽപ്പനയും മറ്റും തന്നോട് ഇക്കാര്യം ചോദിച്ചുവെന്നും ബിന്ദു പണിക്കരും സിദ്ദിഖും താൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു നടക്കരുത് എന്ന് പറയരുത് എന്നും ദിലീപിന് നിന്നോട് കടുത്ത ശത്രുതയുണ്ട് എന്ന് പറഞ്ഞു എന്നും ഈ മൊഴിയിൽ നടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ തരത്തിൽ ഉള്ള 2 സംഭവങ്ങളാണ് കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷൻ ശ്രമിച്ചത്. പക്ഷേ എതിർവാദങ്ങൾ, അതായത് പ്രതിഭാഗം അഭിഭാഷകൻ്റെ, ദിലീപിൻ്റെ അഭിഭാഷകൻ്റെ ക്രോസിലും കോടതിയോട് ചില ചോദ്യങ്ങളിലും വളരെ കൃത്യമായ ഉത്തരം നൽകാൻ നടിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പിന്നീടുള്ള വിധിന്യായത്തിലേക്ക് നയിച്ചത്. ദിലീപും നടിയും തമ്മിൽ നല്ല ബന്ധമായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഈ ഷോയിലുടനീളം തന്നോട് ദിലീപ് സംസാരിച്ചിരുന്നില്ല എന്നാണ് നടി മൊഴിയായി നൽകിയത്. പക്ഷേ ഈ പ്രധാന കഥാപാത്രങ്ങളായി അവതരിപ്പിക്കപ്പെട്ടിരുന്നത് ഈ ഷോയിൽ നായികയും നായകനുമായി ഉണ്ടായിരുന്നത് ദിലീപും ഈ നടിയുമായിരുന്നു. ദിലീപും നടിയും തമ്മിൽ നിരവധി സ്കിറ്റുകളും നിരവധി ഡാൻസുകളും മറ്റും ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഈ ഷോയിലുടനീളം നിങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നല്ലോ എന്ന് കോടതി ചോദിച്ചു. ഒരിക്കൽ പോലും ദിലീപ് ആയുള്ള വിഷയത്തെ തുടർന്ന് ഗ്ലൂമി ആയുള്ള ഒരു നടിയെ കണ്ടിട്ടില്ല എന്നാണ് കോടതിയുടെ ചോദ്യം. അതായിരുന്നു അതിന് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന്, ഈ നിരന്തരം ഇടപഴകേണ്ടതാണ്. സ്കിറ്റുമായി ബന്ധപ്പെട്ട, റിഹേഴ്സലുമായി ബന്ധപ്പെട്ടൊക്കെ നിരന്തരം ഇടപഴകുന്ന ആളുകൾ തമ്മിൽ എങ്ങനെ പരസ്പരം മിണ്ടാതിരിക്കും എന്നുള്ള ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. പ്രതിഭാഗം അഭിഭാഷകൻ്റെ ക്രോസിലും ഇക്കാര്യം വ്യക്തമായി സൂചിപ്പിച്ചു. അതിനും കൃത്യമായ മറുപടി നടിക്ക് ഉണ്ടായില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒപ്പം ഈ ഭീഷണിയുമായി ബന്ധപ്പെട്ട കാര്യം, അതായത് യൂറോപ്യൻ ട്രിപ്പിലെ ഭീഷണിയുമായി ബന്ധപ്പെട്ട കാര്യം നടിയുടെ അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോട് ഇക്കാര്യം അമ്മ പറഞ്ഞിരുന്നില്ല എന്നുള്ളതും ഗൗരവമായി കോടതി കണക്കിലെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊന്ന്, ബസ്സിൽ വെച്ചായിരുന്നു ഭീഷണി എന്ന് പറഞ്ഞിരുന്നല്ലോ. ഈ ബസ്സിൽ ഒരുപാട് ആളുകളുടെ ഇടയിൽ വെച്ച് എങ്ങനെ ഇത്തരമൊരു ഭീഷണി ഉണ്ടാകും എന്ന ചോദ്യം കൂടി കോടതി ഉന്നയിക്കുകയുണ്ടായി. അത് മാത്രമല്ല, ഒപ്പമുണ്ടായിരുന്ന ആരും ഇക്കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് മൊഴിയായി കോടതിയിൽ നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നടിക്ക് അവസരങ്ങൾ നൽകിയില്ല എന്നുള്ളതായിരുന്നു മറ്റൊരു വാദം. നടിക്ക് ആവശ്യം പോലെ അവസരങ്ങൾ ഈ ഷോയുടെ ഭാഗമായി ഉണ്ടായിരുന്നുവെന്നും ഈ ഷോയിലെ പ്രധാന ആർട്ടിസ്റ്റ് തന്നെ നടിയായിരുന്നുവെന്നും നാദിർ ഷാ മൊഴി നൽകിയതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി. യൂറോപ്യൻ ഷോയിൽ ഉടനീളം എല്ലാവരും കുടുംബാംഗങ്ങളെ പോലെയാണ് പെരുമാറിയത് എന്ന് റിമി ടോമി ഈ ഘട്ടത്തിൽ മൊഴി നൽകിയതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി. മറ്റൊന്ന്, ദിലീപും നടിയും തമ്മിൽ ശത്രുത ഉണ്ടായിരുന്നില്ല, പരസ്പരം സംസാരിക്കാനുണ്ടായിരുന്നില്ല എന്നുള്ള 2 വാദങ്ങളും ഈ ഘട്ടത്തിൽ കോടതിക്ക് മുന്നിൽ തെളിയിക്കാനാകാതെ പോയത് ഇത്തരം മൊഴികളും ഈ ചോദ്യങ്ങളും കൊണ്ടാണ് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. മറ്റൊന്ന്, മോശമായ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ട് എന്ന് ഈ 2 ഷോകളിലും സംഭവിച്ചിട്ടുണ്ട് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന്, ഈ ഭാമയും നടിയും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. പരസ്പരം വീടുകളിലൊക്കെ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ വിഷയങ്ങളിലൊന്നും ഭാമയുടെ മൊഴിയും പ്രധാനമായി മാറുകയാണ്. ഭാമ പറയുന്നത് ഇവർ തമ്മിൽ യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല, ശത്രുത ഉണ്ടായിരുന്നില്ല. ഈ ഷോയിലുടനീളം പരസ്പരം നല്ല സുഹൃത്തുക്കളെ പോലെ ഇവർ പെരുമാറുന്നതിന് താൻ ദൃക്സാക്ഷിയാണ് എന്ന ഭാമയുടെ മൊഴിയും വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. അങ്ങനെ എല്ലാ തരത്തിലും ശത്രുത എന്ന മോട്ടീവാണ് ഈ സംഭവത്തിന് പിന്നിൽ, നടിയോടുള്ള വൈരാഗ്യം ആണ് ഈ സംഭവത്തിന് പിന്നിൽ എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിക്കാതെ പോയ കാരണങ്ങളാണ് വിവരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കോടതിക്ക് ഇതൊന്നും ബോധ്യമായില്ല. അതിജീവിതയായ നടിയുടെ വെളിപ്പെടുത്തലിൽ കോടതി വിശ്വസിക്കുന്നില്ല. പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ തള്ളുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഒപ്പം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ ഈ സംഭവങ്ങളൊന്നും കൃത്യമായി അറിയിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടി കോടതിക്ക് മനസ്സിലാകുന്നത് പിന്നീട് ഇവർ ചമച്ച തെളിവുകളാണ്, പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട് വന്ന തെളിവുകളാണ് എന്നുള്ളതാണ് കോടതി പറഞ്ഞത്. ഏതായാലും നമുക്കറിയാം, കോടതിക്ക് മുന്നിൽ എപ്പോഴും തെളിവുകൾ വളരെ കൃത്യമായി വേണം താനും. അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിക്കുകയും വേണം. സാക്ഷിമൊഴികളുടെ ക്രെഡിബിലിറ്റിയും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്തരം വാദമുഖങ്ങളിൽ, ഇത്തരം പ്രമാദമായ കേസുകളിൽ എന്ന് നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. അതൊന്നും സാധിക്കാതെ വന്നതുകൊണ്ടാണ് പ്രോസിക്യൂഷന് ഇത്തരം കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിക്കാതെ വരികയും ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടുകയും ചെയ്തത്.